നിമ്മി നമ്മൾ ഈ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്ത് തന്നെ നിമ്മിയുടെ ബ്ലോഗ് വഴിയാണ് നമ്മൾ ലോഞ്ച് ചെയ്തത് തന്നെ. നമ്മളിത് നല്ല റെസ്പോൺസ് ഉള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. ഇതിന്റെ ലോഞ്ചിങ് ടൈം തന്നെ നമുക്ക് ഏകദേശം ഒരു 50% നമുക്ക് ബുക്കിംഗ് ആയി ഈ പ്രോജക്റ്റില്. എന്ന് വെച്ചാൽ 30 വില്ലയിൽ ഏകദേശം 15 വില്ല നമുക്ക് ബുക്കിംഗ് ആയി. അതിന്റെ ലാൻഡ് ഡെവലപ്മെന്റ്സ് എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കി നമ്മൾ ഇപ്പൊ വീടിന്റെ വർക്കിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു ഹിൽ സ്റ്റേഷൻ വ്യൂ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നല്ല ഹൈറ്റ് ആയ ഭൂമിയിൽ നിരപ്പായി കിടക്കുന്ന ഒരു സർഫസിലുള്ള പ്രോപ്പർട്ടി. ഇവിടെ നിന്ന് നമുക്ക് ഇൻഫോ പാർക്കും കാണാം, അതുപോലെ തന്നെ കാക്കനാടും കാണാം, കളമശ്ശേരിയുടെ പോർഷൻ എല്ലാം കാണാം. ഒരു ക്ലയന്റ് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഡെലിവറി കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് ഇതുവരെയുള്ള പ്രൊജക്ട്സുകൾ. അതുപോലെ തന്നെ ഒരു ഭംഗിയുള്ള പ്രൊജക്റ്റ് ആക്കി തീർക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ശരിക്കും. ഹായ് ഡെലിൻ ചേട്ടാ, നമസ്കാരം. ഹായ് നിമ്മി, നമസ്കാരം ചേട്ടാ. നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു 8 months ബിഫോർ ആണ് ഗ്രീൻ നോക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ പ്രോജക്റ്റിന്റെ വ്ളോഗ് ചെയ്തത്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് നമ്മുടെ ഒരു വ്ളോഗിലാണ് നമ്മൾ റിലീസ് ചെയ്തത് അല്ലേ? അപ്പോൾ കാക്കനാട് കളക്ടറേറ്റിന്റെയും ഇൻഫോ പാർക്കിന്റെയും ഏറ്റവും അടുത്ത് വരുന്ന ഒരു പ്രീമിയം വില്ല പ്രോജക്റ്റ് ആണ് ഗ്രീൻ നോക്ക്. അപ്പോൾ അന്ന് നമ്മൾ ജസ്റ്റ് ആ ഒരു പ്രീ ലോഞ്ച് ടൈമിലാണ് നമ്മൾ ആ ഒരു വ്ളോഗ് ചെയ്തത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു വ്ളോഗ് ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഒത്തിരി വില്ല എൻക്വയറീസ് വരുന്നുണ്ട്. NRI സീസൺ ആണ്, ഓണം വരുന്നു, അപ്പോൾ സ്പെഷ്യൽ ഓഫേഴ്സ്. അപ്പോൾ ഇപ്പം എന്താണ് ഇതിൻ്റെ ഒരു കറന്റ് സ്റ്റാറ്റസ്, അതൊന്ന് പറയാം. നിമ്മി, നമ്മൾ ഈ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്ത് തന്നെ നിമ്മിയുടെ ബ്ലോഗ് വഴിയാണ് നമ്മൾ ലോഞ്ച് ചെയ്തത് തന്നെ. നമ്മളിത് നല്ല റെസ്പോൺസ് ഉള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. ഇതിന്റെ ലോഞ്ചിങ് ടൈം തന്നെ നമുക്ക് ഏകദേശം ഒരു 50% നമുക്ക് ബുക്കിംഗ് ആയി ഈ പ്രോജക്റ്റില്. എന്ന് വെച്ചാൽ 30 വില്ലയിൽ ഏകദേശം 15 വില്ല നമുക്ക് ബുക്കിംഗ് ആയി. അതിന്റെ ലാൻഡ് ഡെവലപ്മെന്റ്സ് എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കി നമ്മൾ ഇപ്പൊ വീടിന്റെ വർക്കിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇത് ഇപ്പൊ നമ്മിത് വീണ്ടും നമ്മൾ അതിന്റെ ഒരു റിവ്യൂ മാതിരി ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോജക്റ്റ് കാണാത്തവരും അവർക്ക് ഒന്നുകൂടി ഈ പ്രോജക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ശരിക്കും ചെയ്യുന്നത്. നമ്മളെല്ലായ്പ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്. ഒരു വ്ളോഗ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഒരു അധികം ഷോർട്ട് ടൈമിൽ തന്നെ നമ്മൾ വീണ്ടും അതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നുണ്ട് ഒരു 6 മാസം 8 മാസം 1 year ഗ്യാപ്പില് എല്ലാ പ്രോജക്ട്സും നമ്മൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലയന്റിനെ കാണിക്കാന്ന് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അതിലൊരു ഭാഗമായിട്ട് നമ്മളൊരു ചെയ്യുന്നതാണ്. പിന്നെ ഈ പ്രോജക്റ്റിലോട്ട് നമ്മൾ വരുമ്പോൾ നമ്മളെല്ലാവരും ഒരു ആഗ്രഹമായിരുന്നു, നമ്മൾ ചെയ്ത എല്ലാ വില്ല പ്രോജക്ട്സുകളും ടൗണിനോട് നിയർ ബൈ ഏരിയ ലൊക്കേഷനിലാണ് നമ്മൾ പ്രൊജക്ട്സുകളെല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മുടെ റണ്ണിങ് പ്രൊജക്ട്സ് നടക്കുന്നത് തന്നെ. പക്ഷെ ടൗണിലോട്ട് വരാൻ നമുക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. പലപ്പോഴും നമുക്ക് വരുന്ന എൻക്വയറീസുകളെല്ലാം തന്നെ ഈ കാക്കനാട് ബേസ് അല്ലെങ്കിൽ കാക്കനാട് ഇന്നാൻ അറൗണ്ട് വരുന്ന ഏരിയകളാണ് കൂടുതൽ എൻക്വയറീസ് വരാൻ. ടൗണിനകത്തായിട്ട് ഈ ടൗണിനകത്തോട്ട് വില്ല കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ലാൻഡിന്റെ അവൈലബിലിറ്റി വളരെ ബുദ്ധിമുട്ടാണ്, ആക്സസ് ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ നമുക്ക് ലാൻഡിന്റെ കോസ്റ്റും ഇതിന്റെ വലിയൊരു ഭയങ്കര കൂടുതലാണ്. അങ്ങനെ നമുക്കൊരു നല്ലൊരു പ്ലോട്ട് കിട്ടിയപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു വില്ല എന്ന ഗ്രീൻ നോക്കുന്ന പ്രൊജക്റ്റിലോട്ട് നമുക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇത് ഏകദേശം ഒരു 3 ഏക്കറാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. ഇതിനകത്ത് 30 വില്ലയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ലൊക്കേഷൻ തുടങ്ങി നമുക്ക്, കാരണം ഇത് ഈ ബ്ലോഗ് കാണാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു ഇൻഫർമേഷൻ ആണല്ലോ ശരിക്കും പറഞ്ഞാൽ. ടൗണിനകത്ത് ഒത്തിരി നമുക്ക് ഇനി പ്രോജക്ട്സുകൾ ഇനി വരാനുള്ള ചാൻസും വളരെ കുറവാണ്. നമുക്ക് നല്ല ഏത് ബിൽഡറിനും ഇതേ ഒരു ക്രൈറ്റീരിയ തന്നെ അവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വില്ല എന്ന് പറഞ്ഞാൽ. ലാൻഡ് അവൈലബിലിറ്റി വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ കോസ്റ്റും ഒരു വലിയ കാര്യം തന്നെ. നല്ല ലാൻഡ് കിട്ടണം, ലാൻഡ് കിട്ടണം, ഫ്ലഡ് എഫക്റ്റഡ് ആയിരിക്കരുത്. അങ്ങനെയുള്ള ലാൻഡുകൾ നമ്മൾ തപ്പി പോകുമ്പോൾ ശരിക്കും പറഞ്ഞ കാക്കനാട് ലാൻഡ് അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. സപ്ലൈ വളരെ കുറവും ഡിമാൻഡ് ഭയങ്കര ഡിമാൻഡ്. പിന്നെ ഒരു പരിധിവരെ ഒരു നല്ല ലാൻഡ് കിട്ടിയ അപ്പൊ തന്നെ ബിൽഡർ ചിന്തിക്കുന്നത് അപ്പാർട്ട്മെന്റ് ചെയ്യാം. കാരണം അപ്പാർട്ട്മെന്റ് നല്ല ബിസിനസ് ഉണ്ട് അവിടെ. സ്വാഭാവികമായിട്ട് വില്ലയിലോട്ട് ആരും തന്നെ വരുന്നില്ല ഈ കോസ്റ്റിന്റെ പാട്ട് കാരണം. പിന്നെ ഇതിന്റെ ഒരു ലൊക്കേഷൻ, ഇത് ഈ പ്രൊജക്ടിനെ കുറിച്ച് അറിയാത്തവരെ സംബന്ധിച്ച് ഞാൻ ഈ പ്രൊജക്ടിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് നമുക്ക് വർക്ക് സ്റ്റാറ്റസിലോട്ട് നമുക്ക് പോകാം. ഈ പ്രോജക്റ്റ് ശരിക്കും പറഞ്ഞാൽ കളക്ടറേറ്റിന് അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ ലൊക്കേഷൻ ഉള്ളത്. എക്സാക്ട് ഇൻഫോ പാർക്ക് നമ്മൾ തിരിയാതെ തന്നെ വികാലാൻഡ് റോഡിലോട്ട് വരുമ്പോൾ പൂർവ്വ എറ്റേണിറ്റി എന്നൊരു അപ്പാർട്ട്മെന്റ് ഉണ്ട്, വലിയ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിന്റെ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 700 മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പ്രോജക്റ്റ്. ഇതിന്റെ ഏറ്റവും ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഇതൊരു ഹിൽ സ്റ്റേഷൻ വ്യൂ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നല്ല ഹൈറ്റ് ആയ ഭൂമിയിൽ നിരപ്പായി കിടക്കുന്ന ഒരു സർഫസിലുള്ള പ്രോപ്പർട്ടി. ഇവിടെ നിന്ന് നമുക്ക് ഇൻഫോ പാർക്കും കാണാം, അതുപോലെ തന്നെ കാക്കനാടും കാണാം, കളമശ്ശേരിയുടെ പോർഷൻ എല്ലാം കാണാം. അപ്പൊ ഏറ്റവും വലിയൊരു അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഏരിയ ആയിട്ടുള്ള സ്പേസ്, അത് നല്ലൊരു വെന്റിലേഷൻ നന്നായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ എല്ലാവരും ഒരു കാക്കനാട് പോലെ ടൗണിൽ നല്ല ലാൻഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം പലവരും ചിന്താഗതി ഏതെങ്കിലും ചതുപ്പായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ഒരു പൊതുവെ നമ്മൾ ടൗണിനകത്ത് ലാൻഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വില്ല ചെയ്യാന്ന് പറയുമ്പോൾ. അപ്പം
ഇതെല്ലാം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രോജക്റ്റ് സെലക്ട് ചെയ്യാനുള്ള മെയിൻ ഒരു റീസൺ. കാരണം ആക്സസ് വളരെ അടുത്ത, പ്ലോട്ട് എന്ന് പറഞ്ഞാൽ വളരെ നല്ല പ്ലോട്ടാണ്, നല്ല ഏരിയ ആയിട്ടുള്ള പ്ലോട്ടാണ്, വളരെ സൈലന്റ് ഏരിയയുമാണത്. കൂടുതൽ എനിക്ക് തോന്നുന്നു റെസിഡൻഷ്യൽ ഏരിയ ആണ്. റെസിഡൻഷ്യൽ നമ്മുടെ തൊട്ടടുത്താണ് എനിക്ക് തോന്നുന്നു വിക്രം സാരാഭായ് ആ ഒരു സ്കൂളൊക്കെ വരുന്നത്, സയൻസ് സ്കൂൾ വരുന്നത് അല്ലേ? അതാണ് ഏറ്റവും അടുത്ത ലാൻഡ് മാർക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് കാണാം മേജർ ഹോട്ടൽസുകളായുള്ള ഷെറട്ടൺ ഹോട്ടല്, നോവോട്ടല്, അതുപോലെ തന്നെ ഒലിവിന്റെ പ്രൊജക്ട്, അങ്ങനത്തെ ഒത്തിരി പ്രൊജക്ട്സുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ഇൻഫോ പാർക്ക് എല്ലാം നമുക്ക് വിസിബിൾ ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു ലുലുവിന്റെ ഐ ടി ടവർ എല്ലാം നമുക്ക് ഭയങ്കര വിസിബിൾ ആയിട്ട് കാണാം. സ്കൂൾസുകളാണെങ്കിലും എല്ലാ മേജർ സ്കൂൾസ്, നമ്മൾ ഈ ടൗണിൽ എല്ലാ സ്കൂൾസും അവൈലബിൾ ആണ്. എന്നാലും ജെംസ്, ഇന്ത്യൻ പബ്ലിക് സ്കൂള്, സംസ്കാര, രാജഗിരി, നൈപുണ്യ എല്ലാം അടുത്ത്, ഭവൻസ് ഒക്കെ വളരെ അടുത്തുള്ള ലൊക്കേഷൻസുകളാണ്. ഈസിലി ആക്സസബിൾ ആണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ആണെങ്കിലും നമുക്കിപ്പോൾ ഇവിടെ എടുത്ത ഒരു ക്ലയൻറ്റിൻ്റെ ഒരു ഇതെടുത്താൽ ഏകദേശം ഒരു 4-5 ഡോക്ടേഴ്സ് എടുത്തിട്ടുണ്ട്. ഈ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ അവർ ടൗണിൻ്റെ ആക്സസ് മാത്രം നോക്കിയെടുക്കുന്ന ആൾക്കാർ മെയിനായിട്ട്. അപ്പം മിക്കവാർക്കും ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റൽ, സൺറൈസ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആസ്ട്ര, റിനെ ഹോസ്പിറ്റൽ, ഇവരെ സംബന്ധിച്ച് ഒരിക്കലും ടൗണിനകത്തൊരു വില്ല എന്ന് പറഞ്ഞ കൺസെപ്റ്റില്ല. അപ്പം വില്ല ടൗണിനോട് അടുത്ത് എന്നാൽ ടൗണിൻ്റെ പാർട്ടായിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഈ പ്രോജക്റ്റ്. ഇതെല്ലാമാണ് ഈ ലൊക്കേഷൻ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് പറയുന്നത്. ഇനി ഭാവിയിൽ വരുന്ന മെട്രോ ആണെങ്കിലും വളരെ ഈസി ആക്സസ് ആയുള്ള ലൊക്കേഷനാണ്. ഇവിടെ 1.5 കിലോമീറ്റർ മെട്രോ സ്റ്റേഷൻ ആയി ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ കളക്ടറേറ്റിന്റെ ആ ഒരു ഏരിയ അല്ലേ? കറക്റ്റ്. പിന്നെ ഉണ്ടല്ലോ ചേട്ടാ, ഇപ്പൊ ചേട്ടൻ പറഞ്ഞു നമുക്കിതൊരു 3 ഏക്കേഴ്സിൽ 30 വില്ലാസ് വരുന്ന ഒരു വില്ല പ്രൊജക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കിതിന്റെ ഒരു പ്രോജക്ട് ഡീറ്റെയിൽസ്, അതായത് ഇതിൽ സ്ക്വയർ ഫീറ്റ്, അതുപോലെ തന്നെ മേജർ അമ്യൂണിറ്റീസ്, ലാൻഡ് എക്സ്റ്റൻഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊന്ന് പറയാമോ? ഇവിടെ നമ്മുടെ മിനിമം സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ 6 സെൻസ് ലാൻഡിൽ 2600 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 BHK ആണ് നമ്മൾ വില്ല ചെയ്യുന്നത് മെയിനായിട്ട്. പിന്നെ ലാൻഡ് ഏരിയയും അതുപോലെ പ്ലാനും നമുക്ക് കസ്റ്റമൈസബിൾ ആണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ നമുക്ക് 8 സെന്റിന്റെയും 9 സെന്റിന്റെയും 11 സെന്റിന്റെയും ഒക്കെ പ്ലോട്ട്സുകളുണ്ട്. അതുപോലെ പ്ലാൻ നമ്മുടെ ഇന്നത്തെ പോലെ തന്നെ നമ്മുടെ എല്ലാ പ്രോജക്ട്സിനെ പോലെ തന്നെ നമുക്ക് ഉള്ളിലെ സ്പേസുകളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. എലിവേഷൻ നമുക്ക് സിമിലർ ആയിട്ട് കീപ്പ് ചെയ്യണമെന്ന് മാത്രം നമുക്കുള്ളൂ. അതിന് നമുക്ക് ഇന്നോസ് ആർക്കിടെക്ട്സും ഡിസൈനേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബേസിക് ഡിസൈനിൽ ഈ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു വിക്ടോറിയൻ്റെയും അതുപോലെ യൂറോപ്യൻ സ്റ്റൈലിൻ്റെയും ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഗ്രീൻ ഓക്കുന്ന എലിവേഷൻ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, ഇതിന് ശേഷം നമുക്ക് ആറ്റിക് സ്പേസും കൂടി നമുക്ക് വരുന്നുണ്ട്. ആറ്റിക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ വരുന്ന ഏരിയ അല്ല, പക്ഷേ നമുക്ക് ആ വീടിനൊരു പുകഴ്ച കിട്ടാനായിട്ടും അതുപോലെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ചൂട് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വരുന്നത്. ഇല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മഴയും വെയിലും മാറി മാറി വരുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ തന്നെ ഓരോരുത്തരും ഓരോ ഡിസൈൻസുകൾ റൂഫിംഗ് നമ്മൾ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആ വീടിന്റെ ഒരു ഭംഗി നഷ്ടപ്പെട്ടു. ഇത് എന്നേക്ക് നമ്മൾ തന്നെ നമ്മളിപ്പോൾ കസ്റ്റമൈസ്ഡ് പ്ലാൻ വന്നാലും അതിനകത്ത് ആ ഒരു ഡിസൈൻ മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ എലിവേഷൻ ചെയ്തു പോകുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സെക്കൻഡ് സ്റ്റേജിലോട്ട് നമ്മൾ വരുമ്പോൾ ഇതിന്റെ പ്ലാൻ എല്ലാം ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അടുത്ത സ്റ്റേജ് നമ്മുടെ ഇന്ത്യൻ്റെ ടീമായിട്ടും ഇന്ത്യൻ ആർക്കിടെക്ട്സുമായിട്ട് നമുക്ക് ഡിസ്കഷൻ നടത്താൻ പറ്റും. ദെൻ അതിന്റെ അവരൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ റൂംസുകൾ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്ത് പ്ലാൻ വരച്ച് കൺസെപ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ അതിന്റെ കൺസെപ്റ്റിലോട്ട് പോയി ഫിനിഷ് ചെയ്യും. പ്ലാനും ലാൻഡും നമുക്ക് 100% കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അല്ലേ? അപ്പൊ അവരുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ലാൻഡ് ഏരിയ കൂട്ടിയെടുക്കാം, സ്ക്വയർ ഫീറ്റ് കൂട്ടാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും അല്ലേ? അതുപോലെ നമുക്ക് ഇതിൽ അമ്യൂണിറ്റീസ് എന്താ ചേട്ടാ മെയിൻ ആയിട്ട് വരുന്നത്? നമ്മൾ ടൗണിനകത്തുള്ള പ്രൊജക്റ്റ് ആണെങ്കിലും നമ്മളിവിടെ ചെയ്യുന്നത്, കാരണം ഇതിനകത്ത് വരുന്ന എല്ലാം പ്രീമിയം ഗ്രൗണ്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ റോഡ് ഉൾപ്പെടെ നമ്മൾ 6 മീറ്റർ വീതിയിലുള്ള റോഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 30 സെൻസോളം ലാൻഡ് നമുക്ക് കോമൺ സ്പേസ് ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കൊരു ക്ലബ് ഹൗസും, ഈ ക്ലബ് ഹൗസിനകത്ത് ഹെൽത്ത് ക്ലബ്ബ്, ഇൻഡോർ ഗെയിംസുകൾ വരുന്ന സ്പേസ്, പിന്നെ ഒരു അസോസിയേഷൻ റൂമുകാരി, പിന്നെ ഒരു പൂള്, ഇൻഫിനിറ്റി ആയിട്ടുള്ള പൂള് നമ്മൾ കൊടുക്കുന്നുണ്ട്, പിന്നെ പിള്ളേരുടെ പ്ലേ ഏരിയ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന അമ്യൂണിറ്റീസ്. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന 24 hours സെക്യൂരിറ്റി, അതുപോലെ വീഡിയോ ഡോർ ഫോൺ, അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കും. സെക്യൂരിറ്റി ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ചേട്ടാ ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രീൻ നോക്ക് എന്ന് പറഞ്ഞ പ്രോജക്റ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് അതിന്റെ ലൊക്കേഷനാണ്. കാരണം സിറ്റിക്കകത്ത് 3 ഏക്കറിൽ ഇത്രയും നല്ലൊരു ബിൽഡറുടെ എനിക്ക് തോന്നുന്നില്ല ഇനി ഇങ്ങനത്തെ പ്രോജക്ട്സ് നമുക്ക് അത്രയും നല്ലൊരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ ഇത്രയും നല്ല വ്യൂവിലൊക്കെ കിട്ടും എന്നുള്ളത്. അപ്പോൾ എനിക്ക് നമുക്ക് ഇനി അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസ് പാർട്ടാണ്. അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇപ്പോൾ ലൊക്കേഷൻ ഭയങ്കര ഹൈലൈറ്റ് ഉള്ള ലൊക്കേഷൻ തന്നെയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്? നിമി, ഈ പ്രൊജക്ടിന്റെ ഒരു മെയിൻ കോസ്റ്റിൽ വരുന്നൊരു ഘടകം എന്ന് പറഞ്ഞാൽ ലാൻഡ് കോസ്റ്റും ഇതിന്റെ എലിവേഷനും കൺസെപ്റ്റുമാണ് ഇതിന്റെ കോസ്റ്റ് പാർട്ടിലോട്ട് നമ്മൾ കിടക്കുമെന്ന് ചിന്തിക്കുന്ന മെയിൻ കാര്യം. ഇപ്പം ഇവിടുത്തെ ഒരു 6 സെൻസ് ലാൻഡ് 2600 സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ നമുക്ക് 245 നമ്മുടെ ഇവിടുത്തെ കോസ്റ്റ് വരുന്നത്. ഇത് നമ്മൾ കാക്കനാടുള്ള ഒരു പ്രീമിയം അപ്പാർട്ട്മെന്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ എമൗണ്ട് 2+ തന്നെ പ്രീമിയം അപ്പാർട്ട്മെന്റ് കോസ്റ്റ് വരുന്നുണ്ട്.
നമുക്കൊരു വില്ലയ്ക്കകത്ത് ഇത്തരം ഫെസിലിറ്റീസോടുകൂടി ഇത്തരം റോഡ് സ്പേസും കോമൺ സ്പേസും ഒക്കെ ഉള്ളൊരു പ്രൊജക്റ്റിനകത്ത് നമുക്കൊരു വില്ലയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ 100% അത് വാല്യൂ ഫോർ മണിയാണ്. പിന്നെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രൊജക്റ്റുകളെല്ലാം വില്ല കൺസെപ്റ്റ് നമുക്ക് കൊണ്ടുവന്ന് അത് ലോഞ്ച് ചെയ്യുമ്പോഴുള്ള പ്രൈസിനേക്കാളും അതൊരു 1-2 വർഷം കഴിയുമ്പോഴേക്കും ഒരു 50% ഒക്കെ മുകളിൽ ഹൈക്കിലോട്ട് പോകാറുണ്ട്. നമ്മൾ ഈ പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ നിമ്മയുടെ വ്ലോഗിൽ തന്നെ നമ്മളിതൊരു 2:30 സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റ് ഇന്നിപ്പോൾ 2:45. അത് ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇനിയും ഇതിന്റെ പ്രൈസ് കൂടും. കാരണം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ കോസ്റ്റ് കൂടുന്നതും മാർക്കറ്റിൽ ഡിമാൻഡും ഉള്ളത് കാരണത്താലാണ് ഈ കോസ്റ്റിലോട്ട് ഇത് വരുന്നത്, മെയിനായിട്ട് കൂടി വരുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ ഈ വ്ലോഗ് കണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഇത് NRI സീസൺ ആണ്, ഓണമാണ്. അപ്പൊ നമ്മൾ കണ്ട് ഇത് ബുക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇനി നമുക്കൊരു 15 വില്ലയും കൂടി ഉണ്ട്. ബുക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് നമ്മൾ സ്പെഷ്യൽ ഓഫർ ആയിട്ട് നമ്മൾ ഇതിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്ന് വരെ ആയിരിക്കും ചേട്ടാ നമുക്ക് ഈ ഒരു ഓഫറും കാര്യങ്ങളും വാലിഡ് ആയിട്ട് ഉണ്ടാവാം? നമുക്ക് ഈ സെപ്റ്റംബർ 30th വരെ നമുക്ക് അവൈലബിൾ ആണ്. കാരണം എനിക്ക് തോന്നുന്നു NRIs ഒക്കെ ഇപ്പം ഓൾമോസ്റ്റ് വന്നു തുടങ്ങി അല്ലേ? നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന എൻക്വയറി ശരിക്കും പറഞ്ഞാൽ വില്ലയ്ക്ക് തന്നെയാണ്. അത്യാവശ്യം നല്ല ബുക്കിംഗ്സ് നടക്കുന്നുണ്ട് നമ്മുടെ പല പ്രോജക്ട്സിലായിട്ട്. അപ്പോൾ സെപ്റ്റംബർ 30th വരെ നമ്മുടെ ഈ ഒരു ഓഫറും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ഇപ്പൊ ഈ ഗ്രീൻ ഓക്ക് പ്രോജക്റ്റിലോട്ട് വരുമ്പോൾ നമ്മുടെ ലാൻഡ് ഡെവലപ്മെന്റ്സ് എല്ലാം കഴിഞ്ഞപ്പോൾ വീടിന്റെ വർക്കുകളിലോട്ട് നമുക്ക് കടന്നു. ഇനി 10-15 വീടിന്റെ വർക്ക് ഒരേ സ്പീഡിൽ നമുക്ക് കയറി വരുമ്പോഴേക്കും ആ പ്രോജക്റ്റ് തന്നെ കാണാൻ വളരെ ഭംഗിയായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് എടുക്കാനും കാരണം നമുക്ക് ഒത്തിരി ഡിലേ ഒന്നും വേണ്ട ഇതിനകത്ത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അപ്പാർട്ട്മെന്റ് വരെ വെയിറ്റ് ചെയ്യുന്ന ആവശ്യം പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനകത്തോട്ട് കാര്യങ്ങളിലോട്ട് താമസിക്കാനുള്ള രീതിയിലോട്ട് ആവും, പ്രൊജക്റ്റായിട്ട് വരും. പിന്നെ നമുക്കിത് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ക്ലയന്റ് വന്ന് നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ രീതി അല്ലെങ്കിൽ നമ്മുടെ ഡിസൈൻസ് എങ്ങനെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇനി അടുത്ത വ്ലോഗ്സ് ഇറങ്ങുന്നുണ്ട്. സ്കോട്ട്ലാൻഡ്, മെക്സിക്കൻ്റെ ഒക്കെ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഹാൻഡ് ഓവർ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്ട്സ്. അപ്പൊ ക്ലിയർ ആയിട്ടൊരു പിക്ചർ നമുക്ക് അതിനെ കുറിച്ച് കിട്ടും, എങ്ങനെയായിരിക്കും ഗ്രീൻ നോക്ക് വരാന്നുള്ളത്. അതെ, അത് ഒരു ക്ലയന്റ് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഡെലിവറി കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് ഇതുവരെയുള്ള പ്രൊജക്ട്സ്. അതുപോലെ തന്നെ ഒരു ഭംഗിയുള്ള പ്രൊജക്റ്റ് ആക്കി തീർക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ശരിക്കും. അപ്പൊ ചേട്ടാ നമുക്ക് ഇനി 2 വ്ലോഗ്സും കൂടെ റീസെന്റ് നമുക്ക് വരാനുണ്ട്. ഒന്ന് സ്കോട്ട്ലാൻഡ് യാർഡിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്, അതുപോലെ മെക്സിക്കൻ ബംഗ്ലാവിന്റെ. രണ്ടും എനിക്ക് തോന്നുന്നു കസ്റ്റമേഴ്സൊക്കെ താമസം സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. ഭയങ്കര ഭംഗിയായിട്ട് ആ പ്രോജക്ട്സ് നിങ്ങൾ ഫിനിഷ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്ലോഗ്സുമായിട്ട് വീണ്ടും കാണാം. അപ്പം ഗ്രീൻ നോക്കിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക്സ് ഫോർ യുവർ ടൈം. താങ്ക് യു നിമ്മി. നിമ്മിയുടെ വ്ലോഗ്സ് വഴി നമുക്ക് ഒത്തിരി നല്ല കസ്റ്റമേഴ്സിനെ നമ്മുടെ ഫാമിലിയുടെ ഭാഗമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഗ്രീൻ ടെക്കിന്റെ ഏറ്റവും കൂടുതൽ വ്ലോഗ്സ് ചെയ്തിരിക്കുന്നത് നിമ്മി തന്നെയാണ്. നമ്മുടെ എല്ലാ പ്രോജക്റ്റിന്റെയും സ്റ്റാർട്ടിങ് തുടങ്ങി അതിന്റെ വർക്ക് പ്രോഗ്രസ്സുകളെല്ലാം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് ശരിക്കും പറഞ്ഞാലേ. അപ്പൊ ഇനി പുതിയ കസ്റ്റമറെ സംബന്ധിച്ച് നോക്കുന്നവരെ സംബന്ധിച്ച് ക്ലിയർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഈ വ്ലോഗ് അതുപോലെ തന്നെ ഒത്തിരി നല്ല ക്ലയൻസിനെ നമ്മുടെ ഫാമിലിയുടെ ഭാഗമാക്കാൻ നമുക്ക് പറ്റട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.